ഫ്രാൻസിലെ റീംസ് കത്തീഡ്രലിന്റെ സാദൃശ്യമുള്ള ഈ ദേവാലയം വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒന്നാണ്. അക്കാലത്ത് പള്ളി ഒരു ഓലമേഞ്ഞ ഘടനയിലുള്ള ഒന്നായിരുന്നു. ഇതിനു പകരമായി വലിയൊരു ദേവാലയം തന്നെ പണിയണമെന്ന് ഫാദർ ഫെർഡിനാൻഡ് തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ അവിടുത്തെ ദരിദ്രരായ കർഷകർക്ക് പള്ളി പണിയാനുള്ള പണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ തന്റെ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാനുള്ള പണം ശേഖരിക്കാനായി ഫാദർ ഫ്രാൻസിലേക്ക് തിരിക്കുകയുണ്ടായി. അതേസമയം ഫ്രാൻസിൽ മരിയ അന്നാൾ എന്ന ഫ്രഞ്ച് ആംഗ്ലിക്കൻ വനിത ഗുരുതരമായ ഹൃദയരോഗത്താൽ ബുദ്ധിമുട്ടുകയായിരുന്നു. മരിയ 3 കത്തോലിക്കൻ സ്ത്രീകളെ കണ്ടുമുട്ടുകയും അവർ മരിയയോട് 9 ദിവസം ഈശോയുടെ തിരുഹൃദയത്തിന് നൊവേന നടത്തി പ്രാർത്ഥിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. 5 ദിവസത്തെ പ്രാർത്ഥനയ്ക്കുള്ളിൽ മരിയ പൂർണ്ണമായും സുഖം പ്രാപിക്കുകയുണ്ടായി. ഇതിനു പകരമായി യേശുവിന്റെ തിരുഹൃദയത്തിന് നന്ദി അർപ്പിക്കാനായി ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന് മരിയ ആഗ്രഹിച്ചു. ഫ്രാൻസിലേക്കുള്ള ഫാദർ ഫെർഡിനാൻഡിന്റെ വരവിനെ പറ്റി അറിഞ്ഞ മരിയ തന്റെ ആഗ്രഹം ഫാദറിനെ കണ്ട് അറിയിക്കുകയുണ്ടായി. ഫ്രാൻസിലെ റീംസ് കത്തീഡ്രലിന്റെ സാദൃശ്യമുള്ളതായിരിക്കണം ഇടക്കാട്ടൂരിൽ നിർമ്മിക്കുന്ന ദേവാലയം എന്ന ആഗ്രഹവും മരിയ കൂട്ടിച്ചേർത്തു. ഇതിനായി മരിയ 2000 ഫ്രാങ്ക് സംഭാവനയായി നൽകുകയും ചെയ്തു. ഫാദർ വളരെയധികം സന്തോഷത്തോടെ മരിയയുടെ അഭ്യർത്ഥന സ്വീകരിച്ചു. പിന്നീട് പള്ളിയുടെ അടിത്തറ നിർമ്മാണ വേളയിൽ പള്ളി തങ്ങളുടെ ഭൂമി കയ്യേറിയതിനെ ചൊല്ലി ഗ്രാമവാസികളുമായി തർക്കം ഉടലെടുക്കുകയുണ്ടായി. എന്നാൽ താൻ അറിയാതെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഭൂമിക്ക് പകരം ഒരു തുക നൽകാമെന്നും ഫാദർ ഫെർഡിനാൻഡ് അറിയിച്ചു. എന്നാൽ ഗ്രാമവാസികൾ അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഗ്രാമവാസികൾ കേസ് കോടതിയിൽ ഫയൽ ചെയ്യുകയും കാലങ്ങളോളം കേസ് കോടതിയിൽ നിലനിൽക്കുകയും ചെയ്തു. കേസ് അന്വേഷിക്കാനായി കോടതി ഒരു കമ്മീഷനെ നിയമിക്കുകയും ഉണ്ടായി. കമ്മീഷൻ ഇടക്കാട്ടൂരിൽ എത്തിയതിന്റെ തലേ ദിവസം രാത്രി കമ്മീഷൻ നേതാവ് ഒരു സ്വപ്നം കാണുകയുണ്ടായി. 100 കണക്കിന് മാലാഖമാർ ചേർന്ന് ഒരു ദേവാലയം നിർമ്മിക്കുന്നു. പിറ്റേ ദിവസം കമ്മീഷൻ നേതാവ് പള്ളി സന്ദർശിച്ചപ്പോൾ അത്ഭുതപ്പെടുകയുണ്ടായി. താൻ സ്വപ്നത്തിൽ കണ്ട മാലാഖമാർ പണിത അതേ പള്ളി. ഉടൻ തന്നെ നേതാവ് പിതാവിനെ സന്ദർശിക്കുകയും തന്റെ സ്വപ്നം പിതാവിനോട് വിശദീകരിക്കുകയും ചെയ്തപ്പോൾ ദൈവം തന്നെ തെരഞ്ഞെടുത്തതാണെന്നും മാത്രമല്ല മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടതിനാലും തന്റെ ജോലി തുടരണമെന്നും കമ്മീഷൻ നേതാവിനോട് പിതാവ് നിർദ്ദേശിച്ചു. തുടർന്ന് കമ്മീഷൻ നേതാവ് ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി സ്വപ്നം വിവരിച്ചു. കൈവശപ്പെടുത്തിയ സ്ഥലം പള്ളി നിർമ്മാണത്തിനായി സംഭാവന ചെയ്യാൻ അദ്ദേഹം ഗ്രാമവാസികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. തങ്ങളുടെ ഗ്രാമത്തിലെ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ ഗ്രാമവാസികൾ സ്ഥലം പള്ളി നിർമ്മാണത്തിനായി നൽകാമെന്ന് അവർ തീരുമാനിച്ചു. അതിനാൽ